ഇത് ഈ നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല വയനാട് ദുരന്തം, ആ ദുരന്തത്തെ തുടർന്ന് നമ്മൾ 2000 കോടിയുടെയെങ്കിലും നഷ്ടം അടിയന്തരമായി അതിനുള്ള നഷ്ടത്തിന് വേണ്ടിയിട്ടുള്ള ഗ്രാൻറ്റ് പോലെ ഉള്ള ഗ്രാൻറ്റാണ് നമ്മൾ ചോദിച്ചത്. സാധാരണ ഇങ്ങനെയുള്ള സഹായമാണ് കൊടുക്കുന്നത്. എന്നാൽ ആ ഗ്രാൻഡായിട്ടുള്ള തുകയല്ല കിട്ടിയത്. പിന്നെ വായ്പ ചോദിക്കുന്നതിന് വേണ്ടി നമ്മൾ വായ്പയും ചോദിച്ചിരുന്നു. കാരണം ഇത് അടിയന്തരമായി നടപ്പിലാക്കേണ്ടതാണ്. ഇപ്പോൾ ക്യാപെക്സ് സ്കീം അനുസരിച്ചിട്ട് 529 കോടി രൂപയാണ്, ഏകദേശം 530 കോടി രൂപയുടെ വായ്പയാണ് ഇപ്പോൾ കിട്ടിയത്. അത് ദീർഘകാലം കൊണ്ട് അടയ്ക്കേണ്ട വായ്പയാണ്. അത് വായ്പ തിരിച്ചടയ്ക്കണം. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ചെലവ് ചെയ്ത് തീർത്താലേ ആ വായ്പയുടെ ഇത് കിട്ടൂ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. എന്തായാലും നമ്മൾ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രത്യേകം ഈ അസംബ്ലിയുടെ SDGയിലൊക്കെ ചേർക്കേണ്ടതാണ്. ഇതൊക്കെ ചേർത്ത് മുന്നോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ വായ്പയാണ് കിട്ടിയത് എന്നുള്ളതുകൊണ്ട് 50, പിന്നെ ഈ പറഞ്ഞ ക്യാപെക്സ് വായ്പയാണ്. ഇത് തന്നെ വളരെ വൈകി എന്നുള്ളത് പ്രശ്നമുണ്ട്. കുറച്ചുകൂടി മുമ്പ് തന്നെ അവർ അനുവദിക്കാമായിരുന്നു. എന്തായാലും ഗ്രാൻറ്റ് കിട്ടേണ്ടതാണ്. ഇത്തരം ദുരന്തങ്ങൾക്ക് ഏത് സ്റ്റേറ്റിന് വന്നാലും പ്രത്യേകമായ ഒരു വായ്പയല്ലാതെ തന്നെ ഒരു സഹായം കിട്ടുന്നതാണ്. അത് കിട്ടിയിട്ടില്ല. എന്നാലിപ്പം ഇത് ഈ SDG ഇത് നമ്മുടെ ഈ സ്പെഷ്യൽ വായ്പ എടുത്തിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞതനുസരിച്ച് ബാക്കി എല്ലാ അനുവാദങ്ങളും കിട്ടിയാൽ 1 വർഷത്തിനകം അടുത്ത വർഷം തന്നെ ആ ദുരിതാശ്വാസത്തിൻ്റെ ആദ്യ പ്രവർത്തനം അല്ലെങ്കിൽ അവരുടെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുള്ള ടൗൺഷിപ്പും മറ്റു കാര്യങ്ങളും ചെയ്യുക എന്നുള്ള ലക്ഷ്യമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകും. മിനിസ്റ്റർ, ഇതിനകത്ത് ഈ ഫണ്ട് ആൻഡ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുക്കണമെന്ന് അതിനകത്ത് പറയുന്നുണ്ട്. അത് നമുക്കൊരു വെല്ലുവിളിയായി വരില്ലേ? അതൊരു വലിയ പ്രായോഗികമായ വലിയ പ്രശ്നമാണ്. ഇത്രയും തുക മാർച്ച് 31-നകം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. സാധാരണ നിങ്ങൾക്കെല്ലാം ഊഹിക്കാം എത്ര ചെറിയൊരു തുകയായപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത് പ്രായോഗികമായിട്ട് എങ്ങനെയാണ് അതിൻ്റെ UC കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ധനവകുപ്പ് ആ കാര്യങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ട് ആ കാര്യം നോക്കുന്നുണ്ട്. അതൊരു പ്രായോഗിക പ്രശ്നം തന്നെ, വലിയ പ്രശ്നമാണ്. ഇതുപോലെയാണ് പല കേന്ദ്ര പദ്ധതികളുടെയും പ്രായോഗികമായിട്ടുള്ള അനുഭവം. എന്തായാലും അത് നമ്മൾ പരമാവധി ഇത് യൂട്ടിലൈസ് ചെയ്യാനും എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കുകയാണ്. അത് ലോണാണ് എടുത്തേക്കുന്നതെന്നുള്ളതാണ് പ്രശ്നം. പ്രത്യേകിച്ച് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് വരുന്നത്. അല്ല, അതിന് മുമ്പായ പോലും ഇത്രയും വലിയ തുക യൂട്ടിലൈസ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ആർക്കെങ്കിലും വിതരണം ചെയ്യാനാണെങ്കിൽ പൈസ വിതരണം ചെയ്യാൻ ബാങ്ക് അക്കൗണ്ട് വഴി കൊടുക്കാം. പക്ഷേ കെട്ടിടങ്ങൾ കെട്ടാൻ, റോഡ് പണിയാൻ, പൈപ്പ് ലൈൻ ഇടാൻ, സ്കൂളുകൾ നിർമ്മിക്കാൻ ഒക്കെയുള്ള പണമൊക്കെ ആകുമ്പോൾ അത് അത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതല്ല. ഇതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന റീഹാബിലിറ്റേഷന് വേണ്ടി മാത്രം പറ്റുകയില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതിൻ്റെ സാങ്കേതികത എങ്ങനെയാണെന്നുള്ളത് നോക്കേണ്ടതാണ്. ഈ ലോണിൻ്റെ വന്നാൽ അത് വരുമോ തുടങ്ങിയത് അറിയില്ല. പക്ഷേ അടിസ്ഥാന കാര്യം ഇങ്ങനൊരു ദുരിതം ഏതൊരു സ്റ്റേറ്റിനുണ്ടായാലും ഒരു പ്രധാന പ്രശ്നം ഉണ്ടായാൽ അതത് സ്റ്റേറ്റുകളെ സഹായിക്കാൻ പ്രത്യേക ഒരു ഫണ്ട്, ഒരു കുഷൻ വെക്കേണ്ടതാണ്. കാരണം അത് അന്നേരം ചിലപ്പോൾ ലോണൊന്നും ആയാൽ മാത്രം പരിഹരിക്കാൻ പറ്റുന്നതല്ല. എന്നാൽ കുറച്ച് ലോണ് കൊടുക്കേണ്ടി വരും മറ്റു കാര്യങ്ങൾക്ക്. ഏറ്റവും മിനിമം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് എല്ലാം ലോണല്ല ആവേണ്ടതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. നാളെ ഗ്രാൻറ്റ് വന്നാൽ കുറയ്ക്കുമെന്നൊക്കെയുള്ള കാര്യം വരികയാണെങ്കിൽ നല്ലതാണ്. ആ ഗ്രാൻറ്റ് അനുവദിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്കിപ്പോൾ ഈ ആദ്യം ഗ്രാൻറ്റ് വരുന്നത് വരെ നോക്കിയൊന്നും നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ലോൺ എടുക്കാൻ തന്നെ ശ്രമിച്ചത്. നമുക്ക് ഈ സാമ്പത്തിക സഹായം അല്ല, വായ്പ ലഭിച്ച വായ്പ പോലും ഒരു അപ്രായോഗിക വ്യവസ്ഥകളൊക്കെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ ഇത്തരം കാര്യങ്ങളിൽ 1.5 മാസം കൊണ്ട് നിങ്ങൾ 530 കോടിയുടെ യൂട്ടിലൈസേഷൻ എന്നൊക്കെ പറയുന്നത് അപ്രായോഗികമായ കാര്യങ്ങളുണ്ട്. എന്തായാലും പ്രായോഗികമായിട്ട് അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണ്. ഇത് കേന്ദ്രത്തിൽ നിന്ന് വന്ന കത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ. നിങ്ങൾ ഈ കത്തിൻ്റെ തന്നെ വിവരങ്ങൾ കിട്ടിയിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ അത് കേന്ദ്രത്തിനോട് നമ്മൾ ഈ പ്രശ്നങ്ങൾ പറയും. നമ്മുടെ ഫിനാൻസ് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ തന്നെ അതുമായി ബന്ധപ്പെട്ടവരോട് കോൺടാക്ട് ചെയ്യും.